ഗുഡ് മോർണിംഗ് ഫ്രം ബറാറ. വെൽക്കം ടു ബറാറ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബറാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മുടെ എൻ്റെ ബാക്കിൽ കാണുന്ന സിറ്റി എൻട്രി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു താമസം. ഇന്ന് നമ്മൾ ഈ ടൗൺ മൊത്തം, അതായത് ഇതൊരു ചെറിയൊരു ടൗണാണ്. നമുക്ക് ഏകദേശം ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൗൺ മൊത്തമായിട്ട് കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് ഈ ടൗണിൽ നിന്നുള്ള മുഴുവൻ കാഴ്ചകളായിരിക്കും ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹോട്ടലിലായിരുന്നു നമ്മുടെ താമസം, സിറ്റി എൻട്രി ഹോട്ടൽ. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ, സിറ്റി എൻട്രി ഹോട്ടൽ. ഇവിടെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളൊന്നും ഇനി കാണിക്കുന്നില്ല, എന്തായാലും ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ബറാറ ടൗണ് ലക്ഷ്യമായിട്ടുള്ള സിറ്റി വാക്ക് ടൂറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ഞാനിന്നൊരു ചാർജർ വാങ്ങാൻ പോകും കേട്ടോ. അതായത് എൻ്റെ ചാർജർ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇന്ത്യൻ ചാർജറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇവിടുത്തെ സോക്കറ്റിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഈ ടൗണിലൊരു ചാർജർ വാങ്ങാനും വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നമുക്ക്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നടത്തം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ രാവിലെ തന്നെ ബോഡയും മറ്റൊക്കെ ഉണ്ട്. അഗാണ്ടി ഏയ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അഗാണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം വിശേഷങ്ങളോ മറ്റൊന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട്, ഇതൊരു ചെറിയൊരു അജീബ് മോട്ടൽ എന്നൊരു ഹോട്ടലാണ്. ഇവിടുത്തെ നല്ല അറിയപ്പെട്ട ഒരു ഹോട്ടലാണ്. നമ്മുടെ രാവിലെ തന്നെ ബോഡക്കാരും മറ്റൊക്കെ ഈ ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. എന്നെ ഹലോ, ഹൗ ആർ യു? ഓക്കെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ ചാർജർ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ഇത് രാവിലെ ഒരു സമയം 8:30-9 മണിയാകുമ്പോഴുള്ള സമയത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ടാക്സിക്കാരൊക്കെ ഇവിടുന്ന് പല ഭാഗത്തേക്ക് ബാണ്ട അങ്ങനെ പല കസേസ പല ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള വണ്ടികളും മറ്റൊക്കെയാണ്. രാവിലെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ റോഡിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബറാറ ടൗണാണ് ഈ കാണുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന അതുണ്ടല്ലോ, എയർടെലിൻ്റെ ടവറാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അവിടെ എഴുതിയിട്ടുണ്ടാവും ബറാറ ദ ലാൻഡ് ഓഫ് ഹണി ആൻഡ് മിൽക്ക് എന്നുള്ള. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടൗണിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ 9 മണിയോട് അടുക്കുന്നുണ്ട് സമയം. എന്തായാലും ഒരു ചാർജർ വാങ്ങണം. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. രാവിലെ തന്നെ നല്ല റഷാണ് ഈ ടൗണ്. നിങ്ങൾക്ക് രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. മൊത്തത്തിൽ ബോഡക്കാരും മറ്റൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് ടൗണിൽ അനുഭവപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ചെറിയൊരു ടൗണാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വലിയ ടൗണോ മറ്റൊന്നുമല്ല. ഒരുപാട് പറയത്തക്ക വിധത്തിലുള്ള ഇതൊന്നുമില്ല. പിന്നെ ഈ സൈഡിലൊക്കെ കാണുന്ന ബൈക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിൽ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്ന പോലെ ഓട്ടോ സ്റ്റാൻഡ്, അതാണ് ഇപ്പോൾ സംഭവം. അപ്പോൾ ഇവിടെയുള്ള പെട്രോൾ സ്റ്റേഷനാണിത്. ഷെല്ല് എന്ന് പറയും. ഷെല്ലല്ല, ഇത് ഷെല്ലിൻ്റെ പെട്രോൾ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഇവിടെ പെട്രോളിന് വരുന്ന വില എന്ന് പറയുന്നത് 6080. ഏകദേശം 120ഓളം രൂപ, 120-125ഓളം രൂപ ഇവിടുത്തെ പെട്രോളിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ മറ്റൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് മുന്നിലോട്ടാണ്. പലതരത്തിലുള്ള വണ്ടികളും മറ്റൊക്കെയാണ്. നല്ല അടിപൊളി ടൗണാണ് കേട്ടോ അത്. രാവിലെ തന്നെ നല്ല വ്യൂ ആണ്, നല്ല കാഴ്ചയാണ്. ഇവിടെ നമുക്ക് ടോട്ടലിൻ്റെ കശാരി എന്ന് പറയുന്ന ഒരു പെട്രോൾ സ്റ്റേഷൻ കാണാൻ കഴിയുന്നുണ്ട്. ആളുകളൊക്കെ ജോലിക്ക് പോകുന്ന തിരക്കും മറ്റൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ആളുകൾ ടാക്സിക്കാർ ആളെ കയറ്റാൻ നോക്കുന്നുണ്ട് രാവിലെ തന്നെ. പിന്നെ ഇവിടെ നമ്മുടെ കമ്പാല ടൗൺ പോലെ അത്ര വലിയ പ്രശ്നങ്ങളും മറ്റൊന്നുമില്ല. ആളുകൾക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളോ മറ്റൊന്നും ഇവിടെ ഉള്ളതായിട്ട് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ എയർടെലിൻ്റെ ലോഗോണ് ഈ കാണുന്നത് കേട്ടോ. ഈ എയർടെലിൻ്റെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്.
അപ്പോൾ കണ്ടില്ല നല്ല മനോഹരമായിട്ടുള്ള ഈ ടവർ കണ്ടില്ലെങ്കിൽ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബറാറ ദ ലാൻഡ് ഓഫ് ഹണി ആൻഡ് മിൽക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുന്നിൽ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം. ഇനി ഇതിൽ പോയി കഴിഞ്ഞാൽ മകൻ സിംഗ് സ്ട്രീറ്റോ എന്താണ് ഈ സ്ട്രീറ്റിൻ്റെ പേര്. നമ്മൾ നേരെ ഹൈ സ്ട്രീറ്റിലോട്ടാണ് പോകാൻ പോകുന്നത്. ഞാനിനി ഹൈ സ്ട്രീറ്റിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആയിരിക്കും നമ്മൾ. അപ്പോൾ റോഡ് ക്രോസ് ചെയ്യട്ടെ ആദ്യം. അപ്പോൾ നിങ്ങൾ ക്യാമറയിൽ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹൈ സ്ട്രീറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ബറാറ ഹൈ സ്ട്രീറ്റ് എന്ന് പറയുന്ന പെട്രോൾ സ്റ്റേഷനും മറ്റൊക്കെയാണ് നമുക്ക് കാണാൻ. അതായത് ടോട്ടലിൻ്റെ പെട്രോൾ സ്റ്റേഷനാണ് അവിടെ കാണുന്നത്. ഇവിടെ നമ്മുടെ എയർടെൽ, ഇന്ത്യയിലൊക്കെയുള്ള എയർടെലിൻ്റെ ഓഫീസാണ് ഇവിടുള്ളത്. രാവിലെ തന്നെ തുറക്കുന്നുള്ളൂ, ടൗണ് ഉണർന്നു വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ പലതരത്തിലുള്ള ബിസിനസ്സാണ്. ഫാർമസികളുണ്ട്, പാകിസ്ഥാനികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫാർമസിയും മറ്റൊക്കെ ഉണ്ട്. ഇതുപോലെ ഹലോ ബാങ്ക് ഓഫ് ബറോഡ, നമ്മുടെ ഇന്ത്യക്കാരുടെ, ഗുജറാത്തികളുടെ സ്വന്തം ബാങ്ക് ഓഫ് ബറോഡയും മറ്റൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് നേരെ പോവുകയാണെങ്കിൽ ടൗൺ നല്ല വൃത്തിയുള്ള ടൗണാട്ടോ. നല്ല അടിപൊളി ടൗണാണ് നമുക്ക് കാണുന്നത്. പെട്രോൾ സ്റ്റേഷൻ ഓരോ 200 മീറ്റർ ഡിഫറൻസ് ഇല്ല കേട്ടോ. അവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ, ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ, അത്രയും അടുത്തടുത്ത് പെട്രോൾ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. ഇത് ബൈക്കിൻ്റെ സ്റ്റാൻഡാണ്. നമ്മുടെ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡ് എന്ന് പറയുന്ന പോലെ ബൈക്കിൻ്റെ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് MTNൻ്റെ ഓഫീസാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ പലതരത്തിൽ പെട്രോൾ സ്റ്റേഷൻ ഒരുപാട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ വേവ് പുതിയൊരു, അതായത് നമ്മുടെ മൊബൈൽ മണി പോലുള്ള ഒരു സംവിധാനമാണ്. എയർടെൽ മണി, അതുപോലെ MTN മൊബൈൽ മണി എന്ന് പറയുന്ന പോലെയുള്ള സംവിധാനങ്ങളാണ്. ഇതാണ് ഗ്ലോബലിൻ്റെ ബസ്സാണ് പോകുന്നത്. കമ്പാലെന്ന് ബറാറോട്ടും ബറാറിന്ന് കമ്പാലയിട്ടിലും പോകുന്ന ബസ്സുകളാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഭാഗത്ത് ചെറിയ ഹോട്ടലുകളും മറ്റൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ ഹോട്ടലുകൾ കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ബറാറ ടൗണിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ ഈ ടൗണിലൂടെ നടന്നുകൊണ്ടാണ് പോകുന്നത്. സംഭവം ഒരു 300 മീറ്റർ നടന്നപ്പോൾ തന്നെ കിതപ്പ് വരികയുണ്ടോ. നമുക്ക് ഭയങ്കരമായിട്ടുള്ള കിതപ്പ് വരുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരുപാട് ബാങ്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. സെൻറ്റിനറി ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ PC വേൾഡ് കമ്പ്യൂട്ടർ, അത് ഇന്ത്യക്കാരുടെ, ഗുജറാത്തികളുടെ കമ്പ്യൂട്ടറാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും മറ്റൊക്കെ കാണാൻ കഴിയും. ടൗണ് നല്ല വൃത്തിയുള്ള ടൗണാണ്. നല്ല മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമാക്കിയിട്ടുള്ള ടൗണാണ് കേട്ടോ. ഇവിടെ മൊബൈൽ മണി ഏജൻ്റാണ്. മൊബൈലും മാസ്കും മറ്റൊക്കെ വിൽക്കുന്നുണ്ട് ഇവിടെ. ഒരുപാട് ബിൽഡിങ്ങുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ബിൽഡിങ്ങിനൊക്കെ ഒരുപാട് ബിസിനസ്സും മറ്റൊക്കെ ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ നമ്മളെ കമ്പാല പോലെ അത്ര വയലൻ്റ് ആയിട്ടുള്ള ആളുകളല്ല. എല്ലാവരും വളരെ ഈസി ആയിട്ടുള്ള ആളുകളാണ്. വളരെ സിമ്പിളാണ്. നല്ല അടിപൊളി ആൾക്കാരുമാണ് കേട്ടോ. അപ്പോൾ അതിലൊരു ബാങ്ക്, ഡിക്കിറ്റി ബാങ്ക്. അങ്ങനെ ഇവിടെ ഒരു മൊബൈൽ ഷോപ്പുണ്ട്. ഇവരെ രാവിലെ തന്നെ പാട്ടും കൂത്തൊക്കെയാണ് ഇവിടെ രാവിലെ തന്നെ മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ബാങ്കുകൾ ഈ ചെറിയ ടൗണിലുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഡോളറിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 39.10 ഡോളറിന് വരുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ബോടക്കാർ തന്നെയാണ്. ഏത് സൈഡിൽ തിരിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ബൈക്കിൻ്റെ ചാകര തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പല ഭാഗത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്രെയിൻ ബാങ്ക്. പണ്ട് ഇന്ത്യക്കാരൻ സുധീറിൻ്റെ അണ്ടറിലായിരുന്നു ഈ ബാങ്ക് കേട്ടോ. 120ഓളം ബാങ്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു.
ആ ബാങ്കൊക്കെ ഉഗാണ്ട ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റ് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ഫാർമസികൾ, ഇതൊക്കെ പാകിസ്ഥാനികളാണ് നടത്തുന്നത്. പാകിസ്ഥാനികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ, ഇവരൊക്കെയാണ് ഫാർമസി മെയിനായിട്ട് ഇവിടെ നടത്തുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ മൊബൈൽ ഷോപ്പുണ്ട്. ഇവിടെയൊക്കെ ചാർജറും മറ്റൊക്കെ ചോദിച്ചു നോക്കണം. നമ്മളെന്തായാലും ഇനി ഹൈ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഹൈ സ്ട്രീറ്റ് സീബ്ര ക്രോസിങ്ങിലാണ് എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കിവിടെ അതൊരു കട ഉണ്ടായിരുന്നു. ഞങ്ങളെ കടയുടെ പേരും മറ്റൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും നമ്മളിവിടെ ഉമോജ ഹൗസിലുണ്ട്. ഹലോ, ഹൗ ആർ യു? Kenneth? Yeah. You no longer here? അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്, കെനീത്ത്. അരിഞ്ഞൊരു ദിവസം കെനീത്ത് ഉമോജ. അപ്പോൾ നമ്മുടെ പഴയകാല സുഹൃത്താണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാദറിന് ഇവിടെ ഉള്ളിലൊരു ഗ്രാമത്തിലൊരു ഇതുണ്ട്, അതായത് നല്ലൊരു അടിപൊളി ഫാമും മറ്റൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാൻ കഴിയുമെന്നാണ് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ആൻഡ് ടെല്ലിങ് ഐ വാണ്ട് ടു സീ ദാറ്റ് ഫാം. അപ്പോൾ എന്തായാലും അവസരം കിട്ടുകയാണെങ്കിൽ നമ്മളെന്തായാലും ആ ഫാമൊക്കെ നിങ്ങൾക്ക് മുന്നിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഉമോജയുടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് ഇതാണ്. ഈ ഷോപ്പിലാണ്, ഇദ്ദേഹത്തിൻ്റെ ഓണറാണ്. ആൻഡ് യു ഹാവ് ഓൾസോ അനദർ ഷോപ്പ് ദാറ്റ്സ് നൗ ക്ലോസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഇപ്പോൾ ഇവിടെ ഒന്നുണ്ട്, അതുപോലെ കമ്പാലയിലും ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ടൗൺ മൊത്തമായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ഹൈ സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഹൈ സ്ട്രീറ്റിൽ ആൻഡ് ദീസ് സൂപ്പർ മാർക്കറ്റ് ദേ ആർ ക്ലോസ് ഓർ ദേ ആർ ഗോയിങ് ടു ഓപ്പൺ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു വീഡിയോ എടുക്കാനും വേണ്ടി വന്നായിരുന്നു. ഞാൻ ഇവിടെ ഒരു ഷോപ്പിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് മുന്നേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളാണ്. അദ്നാൻ ഭായ്, अस्सलाम वालेकुम। वालेकुम अस्सलाम। कैसे है भाई? अल्हम्दुलिल्लाह भाई, आपकी आप सुनाएं क्या हाल है? बढ़िया बढ़िया, खैरियत सब खैरियत। അപ്പോൾ ഞാൻ കുറേ കാലം മുന്നേ ഇവിടെ ഈ ഹൈ സ്ട്രീറ്റിൽ, അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് ഇതായിരുന്നു, അതിൻ്റെ അടുത്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പാകിസ്ഥാനി ഉണ്ടായിരുന്നു, അതിനാണ് പേര്. ഇദ്ദേഹം ഇവിടെ अभी तकरीबन कितना साल हुआ? 9 साल। 9 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 9 വർഷമായിട്ട് ഇദ്ദേഹം ഇവിടെ മൊബൈലിൻ്റെ സെയിൽസും അതുപോലെ സ്പെയർ പാർട്സ്, സെക്കൻഡ് ഹാൻഡ് ഫോൺസ് അതൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു माशाल्लाह अच्छा, लेकिन महंगाई इकोनॉमी के लिहाज അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പം ചെറിയ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ട്, ട്രബിൾ ഉണ്ട് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. വലിയ കച്ചവടങ്ങളും മറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കൊരു അഡാപ്റ്റർ ഉണ്ട് വെച്ചാൽ, ഇദ്ദേഹം ഇവിടെ വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മൊബൈലിൻ്റെ ഇതുപോലുള്ള സംഭവങ്ങളും അതുപോലെ മൊബൈൽ ഹെഡ്സെറ്റുകൾ മറ്റൊക്കെയാണ്, ആക്സസറീസും മറ്റൊക്കെയാണ് ഇദ്ദേഹം വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ടെക്നോൻ്റെ ഫോണ്, അതുപോലെ ഐറ്റലിൻ്റെ ഫോൺ, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഫോണുകളായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തോടു കൂടി ഈ ടൗൺ ഇവിടെ കവർ ചെയ്തിരുന്നായിരുന്നു. ഞാൻ ഇന്നത്തോടുകൂടി ഈ ടൗൺ കവർ ചെയ്യും. ഇനി അടുത്ത എന്തെങ്കിലും വില്ലേജോ അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഈ ടൗൺ മൊത്തമായിട്ട് കവർ ചെയ്തിട്ടായിരിക്കും ഞാൻ പോകുന്നത്. ഒക്കെയാണ് നമ്മുടെ കൂടെ ഇന്ന് ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. Hello guys, I'm Jonathan, traveler. I'm a YouTuber too. So we are with my friend here. We are going to take a tour in Mbarara City. Okay. Thank you for watching us. Okay. അപ്പോൾ നമ്മുടെ കൂടെ ജൊനാഥൻ ഉണ്ട്. ഞങ്ങളിന്ന് പോകുന്നത് നമ്മുടെ I think we shall walk up across and come back. അപ്പോൾ നമ്മളിവിടെ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തിലൂടെ. ഇവിടെയൊക്കെ ബോഡ സ്റ്റേജാണ്. ആളുകളൊക്കെ ചെറിയ തോതിൽ സമൂസ വിൽക്കുന്നതും മറ്റൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഹോട്ടൽ കറി ആൻഡ് ഹറി എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ ഹോട്ടലാണ്. നമ്മുടെ എറണാകുളമുള്ള മലയാളികളുടെ ഹോട്ടലാണ് കേട്ടോ. ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് വണ്ടികളും അതുപോലെ പലതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ബോഡ സ്റ്റേജാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ സൈഡിൽ ദിസ് സൈഡ് ദേ ആർ സെല്ലിങ്
They're selling some different things. Okay. There is the phone, the bags, as you can see. Uh-huh. Yeah, many things. There are many shops here, around here. Okay. Yeah. There are shop for computers there. Computers. Yeah, phones, like that. Okay, okay. Yeah. And these cars going to Uganda? They are going to Uganda. Uganda, okay. Uganda district. Okay. Yeah. And in front of there, we have this Amazon mall. Amazon, okay. Yeah, Amazon. ഇനി ആമസോൺ മാളെന്ന് കണ്ടില്ല എന്നുകൊണ്ട് ആമസോൺ പ്രൈം എന്ന് കേട്ട് നമുക്ക് ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് തന്നെ ആമസോൺ ആണ്. നമ്മളെ ബ്രസീലിയൻ കാർഡുകളിൽ കണ്ടുവരുന്ന ആമസോൺ കാർഡുകളും മറ്റൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജനാർദ്ദൻ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരാളാട്ടോ. സോ ബേസിക്കലി ഫ്രോം കോങ്കോ? Me? Yeah? Yeah, I'm from Congo, but I'm in Uganda. Okay, born and brought up here only? Yeah. Okay. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ കോങ്കോയിലായിരുന്നു അവൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളത്. പക്ഷേ ഇവിടെയാണ് ജനിച്ച് വളർന്നത് കേട്ടോ. അപ്പോൾ ബറാറ പോസ്റ്റ് ഓഫീസാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ബോർഡക്കാരും മറ്റൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ടൗൺ ഒന്നും പറയില്ല, പൊളി വൈബ് ടൗണാണ് കേട്ടത്. അതിമാരകമായിട്ടുള്ള ടൗൺ ബറാറ പോസ്റ്റ് ഓഫീസാണ് എൻ്റെ ഇടത്തെ സൈഡിലായിട്ട് കാണാൻ കഴിയുന്നത്. So Janardhan, when did you start your YouTube? For me, I started last year. Last year? Yeah, last year. Okay. Yeah. Thank you. And how is your experience with YouTube? YouTube very hard, but we still have to focus. try hard. Yeah. Still focus. And expensive. Yeah, it's very expensive. It's not easy to. Yeah, YouTube is not easy. Yeah. It's not easy. When you see someone make 1K subscribers, it's not easy. Then you see someone who had 1M. Yeah. And it's not easy. Yeah. But we still focus. Yeah. We're still working hard. Yeah. അപ്പോൾ നമുക്കിവിടെ തെരുവിലെ ആളുകളെയൊക്കെ സമൂസ വിൽക്കുന്ന മറ്റൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ബക്കറ്റിലൊക്കെ ആക്കിയിട്ട് സമൂസ വിൽക്കുന്ന മറ്റൊക്കെയാണ്. In India, they eat samosa. In India. Yeah, we have samosas there. And ഈ സൈഡിലായിട്ട് നമുക്ക് പോസ്റ്റ് ബാങ്ക്, അദിത് ഹൗസ് മറ്റൊക്കെയാണ് കാണുന്നത്. ഇവിടെ ഡോർ ടു ഡോർ എന്ന് പറയുന്ന ഡോർ ടു ഡോർ വാട്ട് ഈസ് ദിസ് വൺ? Super market. ഡോർ ടു ഡോർ പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഹോട്ടലുകളും മറ്റൊക്കെ കിട്ടാനുണ്ട് കേട്ടോ. I think this side there is lot of hotels. Yeah, there is a wonderful hotels. We shall go and find out also. Yeah, okay. അപ്പോൾ ബനാനുക്ക റോഡിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഈ റോഡിൽ ഒരുപാട് ഹോട്ടലുകളും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇവിടുത്തെ പ്രൈസും മറ്റൊക്കെ ചെക്ക് ചെയ്യാം. ഇവിടെ എത്രയാണ് ഹോട്ടലിലും മറ്റൊക്കെ പ്രൈസ് വരുന്നത്, ഇത് അഫോർഡബിൾ ആണോ അല്ലേ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു ബജറ്റ് ട്രാവലർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും നമുക്കിവിടെ ഓരോ ഹോട്ടൽ ബൈ ഹോട്ടൽ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ക്യാഷ് ഹോട്ടൽ കാണാം, അതുപോലെ അവിടെ വെസ്റ്റ് ലാൻഡ് ഹോട്ടൽ. ഈ ഏരിയ മൊത്തമായിട്ട് ഹോട്ടലുകളുടെ ഒരു ശൃംഖല തന്നെയാണ്. എന്തായാലും നമുക്കെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇവിടുത്തെ പ്രൈസും മറ്റൊക്കെ ചെക്ക് ചെയ്യാം. ഏതായാലും ബറാറ സിറ്റി ടൂർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനും ജനാർദ്ദനും കൂടി. ഇനി കുറച്ച് വില്ലേജിലെ കാഴ്ചകളും മറ്റൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സിറ്റി ടൂർ അവസാനിക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.